റവയും തേങ്ങയും കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കുക. നെയ്യ് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് റവ ഒന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. കുറെ സമയം കളർ ചേഞ്ച് ആയിട്ടൊന്നും വേണ്ട, 1-2 മിനിറ്റ് മാത്രം വറുത്തെടുത്താൽ മതിയാവും. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ, എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റ് ആണ്. ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ട് അത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും പാലുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം 1 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഒരു 1/2 കപ്പ് പാലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റവ എല്ലാം നല്ലോണം ഒന്ന് സോക്കായിട്ട് വരണം. അതുവരേക്കും നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഞാൻ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു ലഞ്ച് ബോക്സോ അല്ലെങ്കിൽ കേക്കിനോ മറ്റോ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ആക്കി വെച്ച ആ ഒരു കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ ബേക്ക് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞാനിപ്പോ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചായക്കടി റെഡി ആയിട്ടുണ്ട്. ചായക്കടിയായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നമുക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടീന്റെ റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക്, ഷെയർ, കമന്റും ചെയ്യണേ.